നമസ്കാരം. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇവിടുത്തെ ക്രമസമാധാന നിലയുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പരിപാലിക്കേണ്ട പോലീസുകാരിപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു മർദ്ദന മുറ, കടിക്കുകയാണ്, പെണ്ണുങ്ങളെ കടിക്കുകയാണ് വനിതാ പോലീസുകാർ. വനിതാ BJP പ്രവർത്തകരാണവർ. അവരെ നേരിടുന്നത് പല്ലുകൊണ്ട്. അപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് നാട്ടുകാരെ നേരിടണം എന്നായിരിക്കും മുകളിൽ നിന്നുള്ള ഓർഡർ. അങ്ങനെ വേണം കരുതാൻ. കാരണം ഇവർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും കടിക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്താ ഇപ്പോൾ കടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൈ കൊണ്ട് ചെന്നപ്പോൾ അപ്പോഴും ആ സ്ത്രീ കടിക്കുകയാണ്. അല്ല, വകുപ്പ് മന്ത്രി കാണിക്കുന്ന മര്യാദ നമുക്കറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി വീട്ടിൽ ചെന്ന് ചോദിക്കുന്നൊക്കെ വോട്ടർമാരോട് പറയുന്നു, സഹസഖാവിനെ ചെറ്റ എന്ന് വിളിക്കുന്നു, എന്നിട്ട് ആ വിളിയെ ന്യായീകരിക്കുന്നു. ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് എന്തോ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ സിനിമ സ്റ്റൈലിൽ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് മുഖ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിലവാരം. അപ്പൊ പിന്നാലെ ഗമിക്കുന്നവരും അത് കാണിക്കണമല്ലോ അല്ലേ? ഈ കടി ഏറ്റവര് വാക്സിൻ എടുക്കേണ്ട അത്യാവശ്യമാണ് കേട്ടോ. ഞാനിത് വേറൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. ആരുടെ ആണെങ്കിലും പല്ലോ നഖമോ നമ്മുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയാൽ വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ വാക്സിൻ എടുത്തോന്ന് നമുക്കറിയില്ല. ഇത്രയും വളരെ അധപ്പതിച്ച ഒരു പോലീസ് സേന നമുക്കിവിടെ ഉണ്ട് എന്ന് അറിയുന്നതിൽ ദുഃഖമുണ്ട് കേട്ടോ. ഇവിടുത്തെ പോലീസ് ഫോഴ്സൊക്കെ വളരെ പ്രശസ്തമാണ്. പക്ഷേ വനിതാ പോലീസുകാർക്ക് കുറച്ചുകൂടി മര്യാദയാകാം. ജനങ്ങളുടെ സുരക്ഷയാണ് പോലീസിന്റെ ഡ്യൂട്ടി എന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെന്തെങ്കിലും ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ നടത്തുമ്പോൾ അവരെ ശത്രുക്കളെ പോലെ കണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ എങ്ങനെ അടിച്ച് താഴെയിടാം, കായികമായിട്ട് നേരിടാം എന്നാണ് ഇവർ നോക്കുന്നത്. സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അവരിങ്ങനെ ചെയ്യുന്നത്, അവരെ അടിച്ചൊതുക്കാൻ കൂടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്.